പഠിച്ചു വന്നിട്ടുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു? ഒന്നാം സ്ഥലത്തിൽ പാടുണ്ടായിരുന്നോ? ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഫ്രണ്ട്സ് വ്ളോഗ്സ്. അപ്പോൾ മാലാഖിയുടെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മലയാറ്റൂർക്ക് പോയിട്ടോ. ഞങ്ങൾ KC9കാരാണ് കേട്ടോ മലയാറ്റൂർക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് വണ്ടികളൊക്കെ കയറിയിട്ട് പാട്ടും ഡാൻസൊന്നും കളിച്ചില്ല, പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് തീർത്ഥാടനത്തിനാണല്ലോ പോണേ. അപ്പോൾ പിന്നെ അങ്ങനെ പാട്ടും സെറ്റപ്പൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെന്ന വഴിക്ക്. പിന്നെ ഞങ്ങൾ അവിടുത്തെ കപ്പലിൽ കയറി പ്രാർത്ഥിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ സ്ഥലം കയറാനായിട്ട് പോയിട്ടാണ്. നടന്നിട്ട് വയ്യാണ്ടാകുമ്പോൾ ഞങ്ങൾ മുകളിലേക്ക് നോക്കൂട്ടോ, ഒന്നാം സ്ഥലം എത്തിയെന്ന്. എവിടെ എത്ര നേരം കഴിഞ്ഞിട്ടാണെന്നറിയോ ഒന്നാം സ്ഥലം എത്തണേ. അപ്പോഴേക്കും എൻ്റെ അനീത്തയുടെ തലറിഞ്ഞ് വീടും. ചില സാങ്കേതിക തകരാറ് മൂലം മുകളിലെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പഠിച്ചു വന്നിട്ടുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാം സ്ഥലത്തിൽ പാടുണ്ടായിരുന്നു. മാത്രമേ പാടുണ്ടായിരുന്നല്ലോ. ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു? വയ്യ. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. ഓക്കെ, അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വണ്ടിയിൽ അല്ലല്ല, ഇനി ആൻലിയുടെ അടുത്തത് ആന്റിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ വീഴ്ച കണ്ട അവള് കുറെ ചിരിച്ചു. അതാണ് ഓരോരുത്തരുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാറ. അവള് ഉച്ചക്ക് ഫുഡ് കഴിച്ചാണ് കേട്ടോ ആൻലി. എന്നിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് പോയി വന്നപ്പോ അടിപൊളി. ഇവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാ, പിന്നെ കഴിക്കണത് പുലർച്ചെ 2 സമയത്താണ് കേട്ടോ. അതാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കണേ. പിന്നെ ഞങ്ങൾ അവിടെയുള്ള 2 പള്ളിയിൽ പോയി, മറ്റേ പെരിയാറോ അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലം. പിന്നെ അവിടെയൊക്കെ പോയി, അവിടെയൊക്കെ ചെന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയിട്ടോ.